നിങ്ങളുടെ ആത്മാവിനെ അദൃശ്യ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശം സാധിപ്പിക്കുവാൻ ഭൗതിക ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനെ അദൃശ്യ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശം സാധിപ്പിക്കുവാൻ ഭൗതിക ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇന്നിതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ചുള്ള എപ്പിസോഡുകളുടെ സീരീസാണല്ലോ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ആത്മാവ് ലോകസ്ഥാപനത്തിന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടു, അദൃശ്യ ആത്മീയ ലോകത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ആത്മീയ ലോകത്തെക്കുറിച്ചുള്ള 10 ഫാക്റ്റുകളെക്കുറിച്ച് പറയുന്ന ഒന്നാമത്തെ ഫാക്റ്റായിരുന്നു അത്. ഇന്ന് പറഞ്ഞത് രണ്ടാമത്തെ ഫാക്റ്റാണ്. നിങ്ങളുടെ ആത്മാവിനെ അദൃശ്യ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശം സാധിപ്പിക്കുവാൻ ഭൗതിക ലോകത്തിലേക്ക്, ഫിസിക്കൽ വേൾഡിലേക്ക് അയച്ചിരിക്കുന്നു. സ്പിരിച്വൽ വേൾഡിൽ നിന്ന് ഫിസിക്കൽ വേൾഡിലേക്കുള്ളൊരു ഷിഫ്റ്റ് നിങ്ങളുടെ ആത്മാവിനെയാണ് അയച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത്. യുവർ സ്പിരിറ്റ് ഹാസ് ബീൻ സെൻറ്റ്. നമുക്കറിയാം, യേശുവിനെ അയച്ചു, ഈ ലോകത്തിലേക്ക് അയച്ചു. യേശുവിനെ അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. യേശു എന്താണ്? ഒരു പർപ്പസിന് വേണ്ടിയാണ് വന്നത്. യേശുവിൻ്റെ പർപ്പസ് എന്തായിരുന്നു? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. യേശുവിൻ്റെ പർപ്പസ് അതായിരുന്നു. ഗലാത്യർക്ക് 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, എന്നാൽ കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അതിന് ഉദ്ദേശം എന്നത് എഴുതിയിട്ടുണ്ട്. നാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുവാനായിട്ടാണ് കാലസമ്പൂർണതയിൽ യേശു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ പർപ്പസ് എന്താണ്? വി ആർ നൗ, ഗോഡ് ഈസ് സെൻഡിങ് അസ്. ദൈവം നമ്മളെ അയക്കുകയാണ്. എന്താണ്? എൻഡ് ടൈം ആർമി ആയിട്ട്. നമുക്കറിയാം, ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വലിയ സൈന്യമായി ദൈവം നമ്മളെ അയക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 17:26 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഭൂമിയിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ഈ ഒരുത്തൻ എന്ന് പറയുന്നത് ആദാമിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യനായിരുന്നു. ആദാമിൻ്റെ DNA ആണ് നിങ്ങൾക്കും എനിക്കും ഉള്ളത്. അവനിൽ നിന്ന് ഉളവാക്കി. അതിങ്ങനെ ദൈവം ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രീ അപ്പോയിൻറ്റഡ് ടൈമുണ്ട്. ആ സമയത്ത് മാത്രമേ നിങ്ങൾ പുറത്തു വരുള്ളൂ. നിങ്ങൾ ഈ ലോകത്തിലെ ഈ നാളുകളിൽ ജനിക്കാനായിട്ട് ദൈവം ഒന്ന് പ്രീ അപ്പോയിൻറ്റഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജനിക്കേണ്ട ദിവസം, കാലങ്ങൾ, അതുപോലെ നിങ്ങളുടെ അതിരുകൾ, ഇതെല്ലാം തന്നെ ദൈവം മുൻനിയമിച്ചു. ആഫ്രിക്ക ജനിക്കണോ, അമേരിക്ക ജനിക്കണോ, ഇന്ത്യ ജനിക്കണോ എന്നൊക്കെ ദൈവം നേരത്തെ തന്നെ മുൻനിയമിച്ചു വെച്ചിരുന്നു. ദൈവത്തിൻ്റെ മുന്നറിവിലുള്ളതാണ്. അത് മാത്രവുമല്ല, നിങ്ങൾ ഈ ദൈവത്തെ അറിയണം എന്നുള്ളതും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചില ആളുകൾ പറയും, ദൈവം ഇങ്ങനെ മുന്നറിയിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട്, പ്രീ ഡെസ്റ്റിൻ ചെയ്തതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ദൈവത്തെ അറിയാതെ മരിക്കേണ്ടി വന്നു പോകുമല്ലോ എന്നൊക്കെ പറയും. എന്നാൽ ദൈവത്തിൻ്റെ സാൽവേഷൻ ദൈവം പ്രീ ഡെസ്റ്റിൻ ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ സാൽവേഷൻ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ സാൽവേഷൻ, ദൈവം രക്ഷ സകല മനുഷ്യനും വേണ്ടിയുള്ളതാണ്. ആ ഒരു പർപ്പസിലാണ് ദൈവം മനുഷ്യനെ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തേക്ക് തിരിച്ചു വന്ന് ദൈവവുമായിട്ട് ഏകീഭവിച്ച് ജീവിക്കാനായിട്ടാണ് ദൈവം എല്ലാവരെയും ആഗ്രഹിക്കുന്നത്. എന്നാൽ അവൻ്റെ വില്ലിലെ, അവൻ്റെ ചിന്തയിലെ, അവൻ്റെ മനസ്സിലെ അവൻ തെറ്റായിട്ടുള്ള തീരുമാനമെടുത്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ ഗോഡ് കനോട്ട് ഹെൽപ്പ്. അന്നേരം അവരെ മരണത്തിൽ അല്ലെങ്കിൽ നാശയോഗ്യരായിട്ട് പ്രീഡിസ്റ്റിൻ ചെയ്തോ എന്ന് നിങ്ങൾ ചോദിക്കും. ഇല്ല, അവരെ നാശയോഗ്യരായിട്ടല്ല. എല്ലാവരെയും ദൈവം പ്രീഡിസ്റ്റിൻ ചെയ്ത് ദൈവത്തിൻ്റെ മക്കളാക്കി നിർത്തണം എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ പ്രീഡെസ്റ്റിനേഷൻ. എന്നാൽ നേരത്തെ പറഞ്ഞു, ഓരോ സമയങ്ങളിൽ അത് റിവീൽ ചെയ്ത് കൊടുക്കും. ഓരോ കാലങ്ങളിൽ പല എക്സ്പീരിയൻസിൽ കൂടി ദൈവം കടത്തിവിടും. ഈ എക്സ്പീരിയൻസിൽ കൂടി നിങ്ങൾക്ക് ആ തിരിച്ചറിവ് വന്നില്ലെങ്കിൽ വാട്ട് ഗോഡ് ക്യാൻ ഡു അവിടെയാണ്. അതുകൊണ്ടാണ് എല്ലാം ഒരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് ആദ്യമേ വെളിപ്പെടുത്തി തരികയില്ല എന്ന് പറഞ്ഞു.
എല്ലാം ഒരു പ്രൂഫായിട്ട് വെളിപ്പെടുത്തി തന്നാൽ പിശാചിനെല്ലാം പ്രവർത്തിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഓരോ കാലങ്ങളിൽ, ഓരോ സീസണിൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കണമെന്ന് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ ബോൺ അഗെയിനായിട്ടുള്ള രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യൻ, നിങ്ങളുടെ ജീവിതം ഒരു എക്സ്ട്രാ ഓർഡിനറിയാണ്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലും ഈ സ്പിരിച്വൽ വേൾഡിലും വലിയ കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളത് ചെയ്യാനായിട്ട് പറ്റും. സോ ഗോഡ് വിൽ ഗീവ് യു റെവലേഷൻ ടു ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ഗോഡ്. കർത്താവിനെ അറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവർ വളരുവാനായിട്ട് ദൈവം ഇടവരുത്തും. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ അവർ വളരുവാനായിട്ട് ദൈവം ഇടവരുത്തും. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ സ്പിരിച്വൽ വേൾഡിൽ നിന്ന് ഈ ഫിസിക്കൽ വേൾഡിലേക്ക് ദൈവത്തിൻ്റെ ഉദ്ദേശം സാധിപ്പിക്കാനായി ദൈവം അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം. സോ മൂന്നാമത്തെ ഫാക്റ്റ് പ്രത്യേകം പെട്ടെന്ന് ഓടിച്ചു പോട്ടെ. മാൻ ഈസ് എ സ്പിരിച്വൽ ബീയിങ്. മനുഷ്യനൊരു ആത്മാവാണ്. ഞാനൊരു ആത്മാവാണ്. എനിക്കൊരു ദേഹിയുണ്ട്. ഞാൻ ഒരു ശരീരത്തിൽ വസിക്കുന്നു. ഐ ആം എ സ്പിരിച്വൽ ബീയിങ്. ഐ ഹാവ് എ സോൾ. ഐ ലിവ് ഇൻ എ ബോഡി. ഞാൻ ശരീരത്തിൽ വസിക്കുന്ന ഒരു ആത്മാവാണ്. എവിടെ നിന്നാണ് ഈ ആത്മാവ് വന്നത്, എന്തിനാണ് വന്നത് എന്നൊക്കെയുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം. നമുക്ക് സൃഷ്ടിപ്പിൻ്റെ പഠനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്തു. ഗോഡ് കണ്ടൻറ്റ് എന്നൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് നിങ്ങൾ പഠനത്തിൽ നിങ്ങൾ കേട്ട് കാണും. ഗോഡ് കണ്ടൻറ്റ് അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല എന്നൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ശാസ്ത്രം വരെ പറയുന്നു. ആത്മാവ് നശിക്കുന്നില്ല, ആത്മാവ് തിരിച്ച് ദൈവത്തിലേക്ക് ചെല്ലുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമാണ് നമ്മളിലേക്ക് അയച്ചത്. ഈ ആത്മാവിനെ എന്തിനാണ് ദൈവം നമ്മളിലേക്ക് അയച്ചത്? അവനോട് അനുരൂപരായി തീരാനായിട്ടാണ് ദൈവം നമ്മളെ അയച്ചത്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു ഹിസ്റ്ററിയാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് തന്നിട്ട് നമ്മൾ അവനെപ്പോലെ അവനോടൊപ്പം കൂട്ടായ്മയിൽ ജീവിക്കാനായി നമ്മൾ ആഗ്രഹിച്ച് ദൈവം തന്നു. എല്ലാ ദിവസവും ദൈവം ഏദൻ തോട്ടത്തിൽ വരുമായിരുന്നു. മനുഷ്യനോടൊപ്പമുള്ള സംസർഗം ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. കാരണം ഏറ്റവും മകുടം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും പ്രൈമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ദൈവത്തിനൊരു കൂട്ടായ്മ, മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ ദൈവത്തിന് ഇഷ്ടമാണ്. അതിനുകൊണ്ട് ദൈവം എല്ലാ ദിവസവും മനുഷ്യനോട് കൂട്ടായ്മയ്ക്ക് വരുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? തിന്മയുടെ ദൈവം അല്ലെങ്കിൽ പിശാച് മനുഷ്യനെ തെറ്റിച്ച് കളഞ്ഞു. അവൻ്റെ മനസ്സ് സോള് കറപ്റ്റഡായി. അവനിൽ വെച്ചിരിക്കുന്ന ദൈവിക കണ്ടൻറ്റ് ഇരുണ്ടുപോയി. കാരണം എന്താണ്? മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു, അല്ലെങ്കിൽ തിന്മയെ സ്നേഹിച്ചു. ദൈവം പറഞ്ഞ വാക്കിനേക്കാൾ ഉപരിയായിട്ട് അവൻ തന്നെ ദൈവമാകാനായിട്ട്, തിരിച്ചറിവ് വരാനായിട്ട് പിശാച് പറഞ്ഞ വാക്കുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ്റെ ആത്മാവ് ഉള്ളിൽ കെട്ടുപോയി. മാൻ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. അതുകൊണ്ട് എന്താണ് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? എപ്പോഴും ഈ പഴയ രീതിയിൽ ദൈവം അവനെ പഴയ രീതിയിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും കൊണ്ട് നമുക്ക് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന രക്ഷാമാർഗം നമ്മൾ ഏറ്റെടുത്ത് വീണ്ടും ജനിക്കുമ്പോഴേ നമ്മുടെ ആത്മാവിൽ ദേഹിയും ശരീരവും ശുദ്ധീകരിക്കപ്പെടുകയാണ്. 1 തെസ്സലോനിക്കർ 5:23 സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇവിടെ ആത്മാവും ദേഹിയും ശരീരവും ദൈവം നമ്മളെ ശുദ്ധീകരിക്കട്ടെ, നമ്മളെ കാക്കട്ടെ എന്ന് പറയുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഈ ആത്മാവ് നമ്മൾ വസിക്കുന്ന ഒന്നാണ്. ദൈവമാണ് ഈ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്ന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുത്ത ദൈവം ആത്മാവ് പകരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ മനുഷ്യൻ 3 ഘടകമുണ്ട് എന്ന് പറഞ്ഞല്ലോ. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും
ആത്മാവിനെയും സദ്യമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാവും. അപ്പോഴിവിടെ പ്രാണനെയും ആത്മാവിനെയും സദ്യമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്. അതുകൊണ്ട് ദൈവം ആത്മാവിനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം തൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചത്. അത് പ്രത്യേകം ഓർക്കുക. നിങ്ങളിലെ ദൈവം ആത്മാവിനെ പറഞ്ഞ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമ്മളായാലും നമ്മളതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്യും. ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ അതൊരു പ്ലാൻ വരയ്ക്കും, ഡിസൈൻ ചെയ്യും. ഒരു കാറ് വാങ്ങണമെങ്കിൽ ഏത് കാറാണ്, അതിൻ്റെ വില എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യും. സോ എ ഡിസൈൻ ഈസ് ആസ് പെർ പർപ്പസ്. ഉദ്ദേശമനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡിസൈൻ അനുസരിച്ചാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തത്. ആദ്യം ദൈവം നമ്മളെ സ്പിരിച്വൽ തലത്തിൽ ക്രിയേറ്റ് ചെയ്തു. നേരത്തെ നമ്മൾ പഠിച്ചാണ്, സ്പിരിച്വൽ തലത്തിൽ ക്രിയേറ്റ് ചെയ്തു. പിന്നെ സ്പിരിച്വൽ വേൾഡിലേക്ക് നമ്മളെ അയച്ചു. ഇവിടെ നമുക്കൊരു പർപ്പസ് ഉണ്ട്. പർപ്പസ് പ്രധാനമാണ്. അതിന് പർപ്പസ് ഫുൾഫിൽ ചെയ്യുവാനായിട്ടാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സങ്കീർത്തനം 139 കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചാണ് നമ്മുടെ അന്തരംഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗം. സങ്കീർത്തനം 139:13 നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു. ഫോർ ദൗ ഹാസ് പൊസസ്ഡ് മൈ റെയിൻസ്. എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ച ദൈവം. 15-ാം വാക്യത്തിലെ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെട്ടു, സ്പിരിച്വൽ ബീയിങ് ആയിട്ട് ഉണ്ടാക്കപ്പെട്ടു. 16-ാം വാക്യത്തിൽ അതിനകത്ത് ഫിസിക്കൽ ബീയിങ് ആക്കി മാറ്റിയ കാര്യം എഴുതിയിട്ടുണ്ട്. സോ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ദൈവത്തിൻ്റെ ക്രിയേഷൻ പറയുകയാണ്. എന്തിനാണ് ദൈവം നമ്മളെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്? ആത്മാവൊക്കെ തന്ന ദൈവം എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്? എഫേസ്യർ 2:10 നാം അവൻ്റെ കൽപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു. അവൻ്റെ കൈപ്പണിയായി for we are his workmanship created in Christ Jesus unto good works. മുന്നൊരുക്കിയ സൽപ്രവർത്തികൾക്കായിട്ട്, നമുക്ക് കൈപ്പണിയായിട്ട് സൽപ്രവർത്തികൾക്കായിട്ട് ദൈവം യേശുക്രിസ്തുവിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് എനിക്ക് തോന്നിയ കാര്യം ചെയ്യാനായിട്ടല്ല ചെയ്തിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരുക്കിയ പ്രവർത്തികളുണ്ട്. ഈ പ്രവൃത്തികൾക്കാണ് ദൈവം സൃഷ്ടിച്ചത്. അത് ഏത് പ്രവൃത്തി വേണമെങ്കിലും ആകാം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സുവിശേഷ വേല ചെയ്യണമെന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ സുവിശേഷ വേലയിൽ കൂടെ അല്ല പിശാചിനെ എപ്പോഴും തകർക്കുന്നത്. എനി സർവീസ്, ഏത് ജോലി വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് ദൈവം തരും. ബിസിനസ്സുകാരാക്കാം, ടീച്ചേഴ്സാക്കാം, ഡോക്ടേഴ്സാക്കാം, ലോയേഴ്സാക്കാം, ബാങ്കേഴ്സാക്കാം. എന്നാൽ ആ സിറ്റുവേഷനിലെല്ലാം തന്നെ അവിടെ നമ്മൾ വിറ്റ്നസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആ വിറ്റ്നസ്സിങ്ങിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ആ പർട്ടിക്കുലർ മേഖലയിലെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ആ പർട്ടിക്കുലർ മേഖലയിലാക്കിയിരിക്കുന്നത്. ആ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നിങ്ങളെ ആക്കിയിരിക്കുകയാണ്. എന്തിനാണ്? ടു ഡിസ്ട്രോയ് ദ ഡെസ്റ്റിനി ഓഫ് സൈറ്റൻ. സാത്താൻ്റെ കിങ്ഡത്തെ തകർക്കാനായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഡോക്ടറായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എൻജിനീയറായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അവിടെ ആ ഒരു പർപ്പസിൽ നിങ്ങൾ നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ പർപ്പസിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അല്ലാത്ത ദൈവത്തിൻ്റെ ശക്തിയൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തല്ലാതെ നിങ്ങളായിരിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാനായിട്ട് പറ്റിയില്ല. കാരണം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവം ഒരു കാര്യമാണ്. ആ ഒരു പർട്ടിക്കുലർ പർപ്പസ് സമയത്ത് അത് റിവീൽ ചെയ്ത് നിങ്ങൾക്ക് തന്നു. നിങ്ങളതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയാൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വിസ്ഡം, ദൈവത്തിൻ്റെ ശക്തിയിൽ കൂടി ദൈവത്തിൻ്റെ വിസ്ഡം നമ്മൾ പകർന്ന് ആ സാത്താൻ്റെ തന്ത്രങ്ങളെ തകർക്കുവാനായിട്ട് ദൈവം നമ്മളെ ആ മേഖലയിൽ നിർത്തിയിരിക്കുകയാണ്. ആ മേഖലയിൽ നിങ്ങൾക്ക് മാത്രമേ സാത്താൻ്റെ തന്ത്രങ്ങളെ തകർക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് സീക്ക് ദ പർപ്പസ് ഓഫ് യുവർ ക്രിയേഷൻ. നിങ്ങളെ എന്തിനാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങളൊരു മനുഷ്യനാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ട്, നിങ്ങളൊരു ദേഹിയാണ്.
ഈ ദേഹി ഒരു മനുഷ്യനിൽ വസിക്കുന്നു, അതാണ് നിങ്ങളെന്ന് പറഞ്ഞു. എന്നാൽ എന്ത് പർപ്പസിന് വേണ്ടിയാണത്? അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാനായിട്ടാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്പിരിച്വൽ തിങ് വി ഹാവ് ടു ഡു. അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. അവിടെയാണ് ഒരു ട്രാൻസ്ഫർമേഷൻ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങളെ ദൈവം ഈ നാളുകളിലെ ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്കായിട്ട് എംപവർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ കമ്മീഷൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് വസിക്കുന്നതനുസരിച്ചാണ്. എഫേസ്യർ 4:7 എന്നാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തോണം കൃപ ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവ് നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവനുസരിച്ചാണ് നമുക്ക് ഓരോ അപ്പോയിൻമെൻറ്റ് ദൈവം തന്നിരിക്കുന്നത്. ഗോഡ്സ് അപ്പോയിൻമെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഗ്രേസ് ദൈവം തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് അതെന്തിനാണ് തന്നിരിക്കുന്നത്? 4:11 ഫുൾ ടൈം ഡിസിഷൻസും ഒക്കെ എടുത്തിരിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. ചിലർ അപ്പോസ്തലന്മാരായിട്ട്, ചിലർ പ്രവാചകന്മാരായിട്ട്, ചിലർ സുവിശേഷകന്മാരായിട്ട്, ചിലർ ഇടയന്മാരായിട്ട്, ചിലർ ഉപദേഷ്ടാക്കന്മാരായിട്ട്, ഇങ്ങനെ പല റെസ്പോൺസിബിലിറ്റീസ്, പല ഓഫീസസ്, അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, ഇതെല്ലാം തന്നെ ഫുൾ ടൈമായിട്ടുള്ളവരെ ഉദ്ദേശിച്ചാണ്. ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ മക്കളെ ഫോക്കസ് ചെയ്താണ്. എന്നാൽ ഇവിടെ എല്ലാം തന്നെ ഈ പർപ്പസിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് കിട്ടാനായിട്ട് പറ്റുകയില്ല. അവിടെ എല്ലാം നിങ്ങൾ പലപ്പോഴും ഫെയിലായിപ്പോയി. അവിടെ സാത്താൻ ജയിക്കും. അവിടെ നിങ്ങളുടെ ശക്തി കൊണ്ട് സാത്താനെ ജയിക്കുവാനായിട്ട് പറ്റുകയില്ല എന്ന് മനസ്സിലാക്കുക. ഈ വലിയൊരു മർമ്മം സ്പിരിച്വൽ വേൾഡിൽ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് സാത്താനെ ജയിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ ശക്തിയാണ് വേണ്ടത്, ദൈവത്തിൻ്റെ ബുദ്ധിയാണ് വേണ്ടത്. ഗോഡ്സ് പവർ ഹാസ് ടു ബി ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ അവർ ലൈഫ്സ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്പെസിഫിക് പർപ്പസിലാണ്. ദൈവത്തിൻ്റെ ആത്മാവിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ ലോകത്തിലെ ജഡീക മോഹങ്ങളിൽ അകപ്പെട്ടല്ല ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ആ കാഴ്ചപ്പാടിൽ ജീവിക്കണം. അതിന് ദൈവം നമുക്ക് കൃപ തരുന്നുണ്ട്. അതിവിടെ നേരത്തെ നമ്മൾ വായിച്ചാണ്, ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. പെർഫെക്റ്റ് ആകുക എന്നുള്ളതല്ല. പെർഫെക്റ്റ് ആവാൻ നമുക്ക് താല്പര്യം കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ പെർഫെക്റ്റിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ നമുക്ക് നിൽക്കാം. എന്നാൽ ദൈവം നമുക്ക് കൃപ തന്ന് നമ്മളെ വീഴാതെ വണ്ണം ദൈവം സൂക്ഷിച്ച് ഈ സ്പിരിച്വൽ വേൾഡിലെ പിശാചിനെ കൈകാര്യം ചെയ്യാനായിട്ട് ദൈവം നമ്മളെ നിർത്തും. ഇന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ക്രോഡീകരിക്കുകയാണ്. ഈ ലോകത്തിലേക്ക് ദൈവം നമ്മളെ അയച്ചത് ദൈവത്തിൻ്റെ ഉദ്ദേശം, ഈ ഫിസിക്കൽ വേൾഡിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം സാധിപ്പിക്കാനായിട്ടാണ്. അവിടെ നമ്മളൊരു ആത്മീയ ജീവിയാണ്. നമുക്കൊരു സോളുണ്ട്, സ്പിരിറ്റുണ്ട്, സോളുണ്ട്. ഇത് ഒരു മനുഷ്യ ശരീരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ്. ഇവിടെ നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പർപ്പസ് നമുക്ക് മുന്നൊരുക്കിയ സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. അത് കർത്താവിനെ വിറ്റ്നസ് ചെയ്യാനും ആ പർപ്പസിലെ സാത്താനെ തകർക്കുവാനുമായിട്ടാണ്. ദാറ്റ്സ് എ വാർ. ഒരു വലിയ യുദ്ധമാണ്. വാർ ഇൻ ദ സ്പിരിച്വൽ വേൾഡ്. ഇത് ചെയ്യാനായിട്ട്, ഈ മേഖലയെ തകർക്കാനായിട്ടാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അതെല്ലാവരും സുവിശേഷകനാകാനായിട്ടല്ല, അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ അവർ ജീവിക്കാനായിട്ടാണ്. എന്നാൽ സുവിശേഷ പ്രവർത്തനവും ചിലർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ 4-5 ഓഫീസുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ വലിയ ശക്തി കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇന്നത്തെ ചിന്തകളെ നമുക്ക് നല്ല അനുഗ്രഹത്തിന് കാരണമായി തീർന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഏകദേശം സ്പിരിച്വൽ കിങ്ഡത്തിലുള്ള 3 ഫാക്റ്റുകളാണ് പറഞ്ഞത്. ഇനി നമുക്ക് 7 ഫാക്റ്റുകളൂടെ ഇനിയും പറയാനായിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇതെല്ലാം കഴിയുമ്പോഴാണ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ്, നമ്മുടെ ക്രിയേഷൻ്റെ പർപ്പസ്, അതുപോലെ ആത്മീയ ലോകത്തിൽ എങ്ങനെ നമ്മൾ ജയിക്കണം, പിശാചിൻ്റെ ശക്തികളെ എങ്ങനെ ജയിക്കണം എന്നുള്ള ഈ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് പ്രത്യാശ വരട്ടെ, സഹായിക്കട്ടെ. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ പ്രയോജനമായി എന്ന് വിചാരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ക്ഷീണിച്ച് മങ്ങി
മയങ്ങിയിരിക്കുന്നവരെ ഇത് ശ്രദ്ധിക്കുന്നു. കർത്താവേ, നിൻ്റെ വലിയ ശക്തി, ഒരു ഫയർ നീ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അവരിലേക്ക് ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്നവരായിരിക്കും, ഏത് പ്രൊഫഷണലായിരുന്നിരിക്കും, ആ പ്രൊഫഷണലൊക്കെ കർത്താവെ ദൈവത്തിൻ്റെ വലിയ ആ വിസ്ഡം കാണിക്കുവാനായി, ദൈവത്തിൻ്റെ വലിയ ശക്തി വെളിപ്പെടുവാനായി, ദൈവത്തെ ഒന്ന് വിറ്റ്നസ് ചെയ്യുവാനായിട്ട് കർത്താവെ സഹായിക്കണം. ഒന്ന് വാ കൊണ്ട് പറവാനായിട്ട്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല എന്ന് പറവാൻ, ഈ അനീതിക്ക് ഞാൻ കൂട്ടു നിൽക്കത്തില്ല എന്ന് പറവാനുള്ള ശക്തി ഈ ദിവസങ്ങൾ പ്രിയ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ കർത്താവെ ഓഫീസിൽ ചില ടെൻഷൻസിലിരിക്കുന്നു, ചില ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവെ മുന്നിലിരിക്കുന്ന, അല്ലെങ്കിൽ ഉയരത്തിൽ മേളിലിരിക്കുന്ന കർത്താവെ മാസ്റ്ററായിരിക്കുന്ന എംപ്ലോയർ നിർബന്ധിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ ശക്തി, അമിതമായ ശക്തി ഈ ദിവസങ്ങൾ കൊടുക്കണം. കർത്താവെ അധർമ്മത്തിനെതിരായിട്ട് നിൽപ്പാൻ, നീതിക്ക് വേണ്ടി പോരാടുന്നവരായി നിർത്താൻ കർത്താവെ നിൻ്റെ കൃപ കൊടുക്കണം. ധൈര്യത്തോട് സഹോദര സഹോദരി നീ പറയുക, നിൻ്റെ മാസ്റ്ററോട് പറയുക, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, എനിക്കിത് ചെയ്യാനായിട്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ സഹായിക്കും. നിനക്ക് ട്രാൻസ്ഫറും വരികയില്ല, നിന്നെ പണിഷ് ചെയ്യത്തുമില്ല, ഒന്നുമില്ല. പിശാച് തള്ളുന്ന ചില ഓലപ്പാമ്പുകളാണ്, ഇതിൽ നിന്ന് നീ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ ദൈവത്തോടൊന്ന് പറഞ്ഞോ, നീ പറഞ്ഞോ, ഒന്ന് പ്രാർത്ഥിച്ചോ. ദൈവം ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് വിടുതലയക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ, സഹായിക്കണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ടെൻഷൻസിൽ നിന്നും വിടുവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തീർമാനമായി കാണുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ബേസിസാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.